ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം 20. അരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെയെല്ലാം ഒന്നിച്ചുകൂട്ടി. അവന്റെ കൂടെ കുതിരകളും രഥങ്ങളും ഉള്ള 32 രാജാക്കന്മാരും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ട് ശമര്യയെ ഉപരോധിച്ച് അതിനോട് യുദ്ധം ചെയ്തു. അവൻ പട്ടണത്തിൽ ദൂതന്മാരെ അയച്ച് യിസ്രായേൽ രാജാവായ ആഹാബിനോട്, നിന്റെ വെള്ളിയും പൊന്നും സൗന്ദര്യമുള്ള ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളത് എന്ന് ബെൻഹദദ് പറയുന്നു എന്ന് പറയിച്ചു. അതിന് യിസ്രായേൽ രാജാവ്, എന്റെ യജമാനനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു എന്ന് മറുപടി പറഞ്ഞയച്ചു. ദൂതന്മാർ വീണ്ടും വന്ന്, ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും ഭാര്യമാരെയും പുത്രന്മാരെയും എനിക്ക് തരേണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ സമയത്ത് ഞാൻ എന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും പരിശോധിച്ച് നിനക്ക് ഇഷ്ടമുള്ളത് എല്ലാം കൈവശപ്പെടുത്തി കൊണ്ടുപോരും എന്ന് പറഞ്ഞു. അപ്പോൾ യിസ്രായേൽ രാജാവ് ദേശത്തെ എല്ലാ മൂപ്പന്മാരെയും വരുത്തി, അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാണ്മീൻ. എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും വെള്ളിയും പൊന്നും അവൻ ആളയച്ച് ചോദിച്ചു, എന്നാൽ ഞാൻ അത് നിരസിച്ചില്ല എന്ന് പറഞ്ഞു. എല്ലാ മൂപ്പന്മാരും സകലജനവും അവനോട്, നീ കേൾക്കരുത്, സമ്മതിക്കുകയും അരുത് എന്ന് പറഞ്ഞു. ആകയാൽ അവൻ ബെൻഹദദിന്റെ ദൂതന്മാരോട്, നീ ആദ്യം അടിയന്റെ അടുക്കൽ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തുകൊള്ളാം. എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് എന്റെ യജമാനനായ രാജാവിനോട് ബോധിപ്പിക്കേണം എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് ഈ മറുപടി ബോധിപ്പിച്ചു. ബെൻഹദദ് അവന്റെ അടുക്കൽ ആളയച്ച്, എന്റെ അനുയായികൾക്ക് ഓരോ പിടി വാരുവാൻ ശമര്യയിലെ പൊടി അവശേഷിക്കുന്നെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. അതിന് യിസ്രായേൽ രാജാവ്, വാൾ അരയ്ക്ക് കെട്ടുന്നവൻ അഴിച്ചുകളയുന്നവനെപ്പോലെ വമ്പ് പറയരുത് എന്ന് അവനോട് പറയുക എന്നുത്തരം പറഞ്ഞു. എന്നാൽ ബെൻഹദദും രാജാക്കന്മാരും അവരുടെ കൂടാരങ്ങളിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരോട്, ഒരുങ്ങിക്കൊൾവീൻ എന്ന് കല്പിച്ചു. അങ്ങനെ അവർ പട്ടണത്തെ ആക്രമിക്കാൻ തയ്യാറായി. എന്നാൽ ഒരു പ്രവാചകൻ ഉടനെ യിസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ വന്നു, ഈ മഹാസംഘത്തെ ഒക്കെയും നീ കണ്ടുവോ? ഞാൻ ഇന്ന് അതിനെ നിന്റെ കയ്യിൽ ഏല്പിക്കും. ഞാൻ യഹോവ എന്ന് നീ അറിയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആരെക്കൊണ്ട് എന്ന് ആഹാബ് ചോദിച്ചതിന് അവൻ, ദേശാധിപതികളുടെ ബാല്യക്കാരെക്കൊണ്ട് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആര് യുദ്ധം തുടങ്ങേണം എന്ന് ചോദിച്ചതിന് നീ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ വിളിച്ച് എണ്ണിനോക്കി. അവർ 232 പേരായിരുന്നു. അതിനുശേഷം അവൻ യിസ്രായേൽ മക്കളുടെ പടജ്ജനത്തെയും എണ്ണി. അവർ 7000 പേർ ആയിരുന്നു. അവർ ഉച്ചസമയത്ത് പുറപ്പെട്ടു. എന്നാൽ ബെൻഹദദും തന്റെ 32 സഖ്യ രാജാക്കന്മാരും കുടിച്ച് മത്തരായി കൂടാരത്തിൽ ഇരിക്കുകയായിരുന്നു. ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു. ബെൻഹദദ് നിരീക്ഷകർ വഴി അന്വേഷിച്ചപ്പോൾ ശമര്യയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് അറിവുകിട്ടി. അവൻ സമാധാനത്തിന് വരുന്നെങ്കിലും യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ എന്ന് കല്പിച്ചു. പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടത് ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ പിന്തുടർന്നത് സൈന്യവും ആയിരുന്നു. അവർ ഓരോരുത്തൻ താന്താന്റെ നേരെ വന്നവനെ കൊന്നു. അരാമ്യർ ഓടിപ്പോയി. യിസ്രായേൽ അവരെ പിന്തുടർന്നു. അരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്ത് കയറി കുതിരപ്പടയാളികളോടൊപ്പം രക്ഷപ്പെട്ടു. പിന്നെ യിസ്രായേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു, അരാമ്യരെ കഠിനമായി തോല്പിച്ചു. അതിൻറെശേഷം ആ പ്രവാചകൻ യിസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ധൈര്യപ്പെട്ട് ചെന്ന് നീ ചെയ്യേണ്ടത് കരുതിക്കൊൾക. അടുത്ത ആണ്ടിൽ അരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു. അതുകൊണ്ടാകുന്നു അവർ നമ്മെ തോല്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോല്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ആ രാജാക്കന്മാരെ അവരുടെ സ്ഥാനത്തുനിന്ന് മാറ്റി അവർക്ക് പകരം സൈന്യാധിപന്മാരെ നിയമിക്കേണം. പിന്നെ നിനക്ക് നഷ്ടപ്പെട്ട സൈന്യത്തിനും കുതിരപ്പടയ്ക്കും രഥങ്ങൾക്കും സമമായ സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങളെയും ഒരുക്കി സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക. നിശ്ചയമായും നാം അവരെക്കാൾ ശക്തരായിരിക്കും. അവൻ അവരുടെ വാക്ക് കേട്ട് അങ്ങനെ തന്നെ ചെയ്തു. പിറ്റെ ആണ്ടിൽ വസന്തകാലത്ത് ബെൻഹദദ് അരാമ്യരെ സമാഹരിച്ച് യിസ്രായേലിനോട് യുദ്ധം ചെയ്‌വാൻ അഫേക്കിലേക്ക് വന്നു. യിസ്രായേല്യരും ഒന്നിച്ചുകൂടി ഭക്ഷണപദാർത്ഥങ്ങൾ ശേഖരിച്ച്
അവരുടെ നേരെ പുറപ്പെട്ടു. അരാമ്യരുടെ നേരെ പാളയമിറങ്ങിയ യിസ്രായേല്യർ 2 ചെറിയ ആട്ടിൻകൂട്ടം പോലെ മാത്രം കാണപ്പെട്ടു. എന്നാൽ അരാമ്യരെക്കൊണ്ട് ദേശം നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ വന്ന് യിസ്രായേൽ രാജാവിനോട്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവ പർവ്വതദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറയുന്നതിനാൽ ഞാൻ ഈ മഹാസംഘത്തെ നിന്റെ കയ്യിൽ ഏല്പിക്കും. ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ 7 ദിവസം പാളയം ഇറങ്ങിയിരുന്നു. 7-ാം ദിവസം യുദ്ധമുണ്ടായി. യിസ്രായേല്യർ അരാമ്യരിൽ 100,000 കാലാളുകളെ ഒറ്റ ദിവസം കൊണ്ട് കൊന്നു. ശേഷിച്ചവർ അഫേക്ക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. അവരിൽ 37,000 പേരുടെ മേൽ പട്ടണമതിൽ വീണു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്ന് ഒരു ഉള്ളറയിൽ ഒളിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, യിസ്രായേൽ രാജാക്കന്മാർ ദയയുള്ളവർ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി യിസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ. പക്ഷേ അവൻ നിന്നെ ജീവനോടെ രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി യിസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന്, എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബെൻഹദദ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യിസ്രായേൽ രാജാവ്, അവൻ ജീവനോടെ ഇരിക്കുന്നുവോ? അവൻ എന്റെ സഹോദരൻ തന്നെ എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത് ശുഭലക്ഷണം എന്ന് ധരിച്ച് അവനോട്, അതെ, നിന്റെ സഹോദരൻ ബെൻഹദദ് എന്ന് പറഞ്ഞു. അതിന് രാജാവ്, നിങ്ങൾ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ബെൻഹദദ് അവന്റെ അടുക്കൽ പുറത്തേക്ക് വന്നു. അവൻ അവനെ രഥത്തിൽ കയറ്റി. ബെൻഹദദ് അവനോട്, എന്റെ അപ്പൻ നിന്റെ അപ്പനിൽ നിന്ന് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കിത്തരാം. എന്റെ അപ്പൻ ശമര്യയിൽ ചെയ്തതുപോലെ നീ ദമാസ്കസിൽ നിനക്ക് കമ്പോളങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ആഹാബ്, ഈ ഉടമ്പടിയിന്മേൽ ഞാൻ നിന്നെ വിട്ടയക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനോട് ഉടമ്പടി ചെയ്ത് അവനെ വിട്ടയച്ചു. എന്നാൽ പ്രവാചകഗണത്തിൽ ഒരുത്തൻ യഹോവയുടെ കല്പനപ്രകാരം തന്റെ സ്നേഹിതനോട്, എന്നെ അടിക്കേണമേ എന്ന് പറഞ്ഞു. എന്നാൽ അവന് അവനെ അടിക്കുവാൻ മനസ്സായില്ല. അവൻ അവനോട്, നീ യഹോവയുടെ വാക്ക് അനുസരിക്കായ്കകൊണ്ട് നീ എന്നെ വിട്ട് പോകുന്ന ഉടനെ ഒരു സിംഹം നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെ കണ്ട് കൊന്നുകളഞ്ഞു. പിന്നെ അവൻ മറ്റൊരുത്തനെ കണ്ട്, എന്നെ അടിക്കേണമേ എന്ന് പറഞ്ഞു. അവൻ അവനെ അടിച്ച് മുറിവേൽപ്പിച്ചു. ആ പ്രവാചകൻ ചെന്ന് വഴിയിൽ രാജാവിനെ കാത്തിരുന്നു. അവൻ തലപ്പാവ് കണ്ണിലേക്ക് താഴ്ത്തിക്കെട്ടി വേഷം മാറി നിന്നു. രാജാവ് കടന്നുപോകുമ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞത്, അടിയൻ പടയുടെ മദ്ധ്യത്തിലേക്ക് ചെന്നിരുന്നു. അപ്പോൾ ഒരുത്തൻ എന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്ന്, ഇവനെ സൂക്ഷിക്കേണം, ഇവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവന്റെ ജീവന് പകരം ഇരിക്കും, അല്ലെങ്കിൽ നീ ഏകദേശം 34 കിലോഗ്രാം വെള്ളി തൂക്കിത്തരേണ്ടിവരും എന്ന് പറഞ്ഞു. എന്നാൽ അടിയൻ അങ്ങുമിങ്ങും ബദ്ധപ്പാടിലായിരിക്കുമ്പോൾ അവനെ കാണാതെ പോയി. അതിന് യിസ്രായേൽ രാജാവ് അവനോട്, നിന്റെ വിധി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നീ തന്നെ തീർച്ചയാക്കിയല്ലോ എന്ന് പറഞ്ഞു. തൽക്ഷണം അവൻ കണ്ണിന്മേൽ നിന്ന് തലപ്പാവ് നീക്കി. അപ്പോൾ അവൻ ഒരു പ്രവാചകനെന്ന് യിസ്രായേൽ രാജാവ് തിരിച്ചറിഞ്ഞു. അവൻ അവനോട്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ച് കളയുകകൊണ്ട് നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജനം അവന്റെ ജനത്തിനും പകരമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് യിസ്രായേൽ രാജാവ് വ്യസനവും നീരസവും ഉള്ളവനായി അരമനയിലേക്ക് പുറപ്പെട്ട് ശമര്യയിൽ എത്തി.